ഞാൻ ഈ ഗുരുവായൂർ സിദ്ധാർത്ഥനാനെ കൊണ്ട് ഞാൻ കോഴിക്കോട്ടേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾ പട്ടിത്തടം എന്ന് പറയുന്ന സ്ഥലത്ത് തൃത്താലയ്ക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു സ്ഥലത്ത് എത്തുന്നവരെ ആനക്കര ആ ഭാഗത്ത് എത്തുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് അവിടെ വിശ്രമിക്കേണ്ട ഒരു സമയം വന്നു. അവിടെ ഭാരതപ്പുഴയുടെ തീരമാണ്, നല്ല വെള്ളവും. ഞങ്ങളവിടെ ഇറക്കി അടിപൊളിയായിട്ട് കുളിപ്പിച്ചു, കുറിയൊക്കെ ഇട്ടിട്ട് ആനയോടെ നിർത്തി. എല്ലാവരും പറഞ്ഞു ആനയ്ക്ക് കണ്ണ് കിട്ടിയതാവുമെന്ന് വരെ പറഞ്ഞു. ഉച്ച കഴിഞ്ഞ് വെയിലാറിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോരാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ആനയുടെ നടയാമരം സ്തംഭിച്ചേക്കുക. ആനയ്ക്ക് നടക്കാൻ പറ്റുന്നില്ല. എനിക്കങ്ങ് പേടിയായിപ്പോയി. എന്താ ചെയ്യാൻ പറ്റുക, എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. മോഹൻദാസ് ചേട്ടാ, നമ്മൾ ഒരുപാട് കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചല്ലേ, ആനകളെ പറ്റി, മോഹൻദാസിന്റെ എക്സ്പീരിയൻസിനെ പറ്റിയൊക്കെ. നമുക്ക് കുറച്ച് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ ഒന്ന് ഡിസ്കസ് ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, പല രീതിയിലുള്ള അഭ്യൂഹങ്ങൾ, പല രീതിയിൽ പല അഭിപ്രായങ്ങളാണ് ഈ പൊതുവെ മതം എന്ന കാര്യത്തിനെ പറ്റി. അതിനെപ്പറ്റി ആധികാരികമായിട്ട് നമുക്കൊന്ന് പറഞ്ഞു തരാമോ, ഒന്ന് വിശദീകരിച്ച്? തീർച്ചയായിട്ടും. ഈ മതപ്പാടെന്ന് പറഞ്ഞാൽ കൊമ്പനാനകൾക്കും മോഴാനകൾക്കും മാത്രം കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ്. അപൂർവം ചില പിടിയാനകൾക്കും. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷ ഹോർമോൺ അധികം ഉണ്ടാകുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആനകൾക്ക് മതം പൊട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറയുന്ന പുരുഷ ഹോർമോൺ 50 മുതൽ 80 ഇരട്ടി വരെ ആനയുടെ ശരീരത്തിൽ വർദ്ധിക്കുന്ന ഒരു പീരീഡിലാണ് ആനകൾക്ക് മതം പൊട്ടുന്നത്. ഒരു മതപ്പാടെന്ന് പറഞ്ഞാൽ ഒരു 3 മാസം മുതൽ 4 മാസം വരെയൊക്കെ നിൽക്കാറുണ്ട്. 6 മാസം വരെ ഒലിക്കുന്ന ആനകളുണ്ട്. അത് പ്രായപൂർത്തിയായ ആനകൾക്കാണ് വരിക. അത് ഒരു 3 ഘട്ടമായിട്ടാണ് ഒരു കൊമ്പനാന പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ. അതായത് അവരുടെ ബാല്യകാലത്ത് അവർ കൗമാരത്തിലേക്ക് കടക്കുന്ന സമയം, അത് ബാലമട എന്ന് പറയുന്ന ഒരു സെക്ഷൻ. അവിടെ ആന വലിയ അപകടകാരിയൊന്നുമല്ല. അത് ചെറിയ കുരുത്തക്കേടുകളൊക്കെ ആ ഒരു പൊടിമീശ മുളയ്ക്കുന്ന പ്രായം, ആ ഒരു കുസൃതിയും അതുപോലെ തന്നെ ആ ഒരു ചുറുചുറുക്കും കാണിക്കും. പിന്നെ ഒരു 10-16 വയസ്സ് അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ഒരു 20 വയസ്സിൻ്റെ ഉള്ളിൽ ആനയ്ക്ക് മൊട എന്ന് പറയുന്ന രണ്ടാമത്തെ ഘട്ടം. അത് വളരെ അപകടകരമായ ഒരു ഘട്ടമാണ്. നല്ല ആരോഗ്യമായിരിക്കും, നല്ല പവർഫുള്ളായിട്ടുള്ള സമയമാണ്, വാശിയായിരിക്കും. അത് നമ്മൾ കൊണ്ടുനടക്കുന്ന ആനക്കാരൻ അതിനെ നിരീക്ഷിച്ചാൽ മനസ്സിലാകും. ആ സമയത്ത് ആനയുടെ സൗന്ദര്യം വർദ്ധിക്കും, കവളൊക്കെ തുടുത്തു വരും, കണ്ണ് കലങ്ങിയ പോലൊക്കെ ആവും, തേനിന്റെ നിറം വരും, കൊമ്പിന് നിറം വ്യത്യാസം ഉണ്ടാവും, തേനിന്റെ നിറം വരും, ശരീരമൊക്കെ നല്ല പുടുന്നനെ പുഷ്പിച്ച് ഇതായിട്ട് ആനയ്ക്ക് നമുക്ക് അത് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും. നമ്മൾ പെട്ടെന്ന് വിചാരിക്കും നമ്മൾ തീറ്റ കൊടുക്കുന്നതിന്റെ പവർ കൊണ്ടാണെന്ന്. അതുകൊണ്ടൊന്നുമല്ല, ആനയുടെ ആ പ്രോസസ്സിലേക്ക് കടക്കുകയാണ്. അത് ചട്ടക്കാരൻ മനസ്സിലാക്കണം. അതിനനുസരിച്ച് ആനയുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ മോഡലിലേക്ക് എത്തിയ ഒരു ആന നമ്മൾ സാധാരണ 1-2 പ്രാവശ്യം പറയുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ 2-3 പ്രാവശ്യം പറഞ്ഞാലും ചെയ്യില്ല. അപ്പോൾ അത് ഉദാസീനത വരുവാണെങ്കിൽ, അത് ശരി, അല്ലെങ്കിൽ അത് കണ്ടില്ല, നമ്മൾ പറഞ്ഞത് കേട്ടില്ല എന്നുള്ളൊരു രീതി. അങ്ങനെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് അടിക്കുകയോ പ്രകോപിപ്പിക്കുകയൊക്കെ ചെയ്താൽ ചിലപ്പോൾ പെട്ടെന്നായിരിക്കും അതിൻ്റെ പ്രത്യാക്രമണം ഉണ്ടാവുക. അപ്പോൾ പെട്ടെന്ന് അവരുടെ രക്തം ചൂടാകും, ദേഷ്യം എന്ന് പറയുന്നൊരവസ്ഥ അങ്ങോട്ട് വരികയാണ്. അത് വരുന്നതോട് കൂടിയിട്ട് ആനയ്ക്ക് പിന്നെ നമ്മൾ പറയില്ല ദേഷ്യം വന്നിട്ട് കണ്ണ് കാണാനില്ല എന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കണ്ണ് കാണില്ല, എന്നാൽ കാണുന്നുണ്ട്, പക്ഷെ മനസ്സിലാക്കുന്നില്ല. അത് നമ്മളാണെന്നും തിരിച്ചറിയുന്നില്ല ആ ദേഷ്യത്തിൻ്റെ പവർ കൊണ്ട്. അവിടെ ആന കൈവിട്ട് ചിലപ്പോൾ ചട്ടക്കാരനെ ആന ഉപദ്രവിക്കും. കൊന്നു കഴിഞ്ഞാൽ തന്നെ ഒരു സാധാരണ കൊലപാതകമായിരിക്കില്ല. ചവിട്ടി തേച്ച് ദേഷ്യം മൊത്തം ചവിട്ടി തേച്ച് എന്തൊക്കെ അതിൽ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്ത് ചിലപ്പോൾ കടിച്ച് തിന്നും. പിന്നെ കണ്ണി കണ്ടതെല്ലാം തകർക്കും. മൊത്തത്തിലൊരു സ്വന്തം നിഴലിലെ പോലും കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് കയറി കുത്തും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥകളൊക്കെ ആ മോഡലും ആന കാണിക്കും. അപ്പോൾ ഒരു സംശയം ചോദിച്ചോട്ടെ, അപ്പോൾ ഇത് ഇവരുടെ പ്രത്യുൽപാദനം അല്ലേ, ലൈംഗികതയുമായിട്ടൊരു ചെറിയ ബന്ധം ഇതിനുണ്ട്. അതുമായിട്ട് ബന്ധം തീർച്ചയായിട്ടും ഉണ്ട്. അതിൻ്റെ ഒരു ഐതിഹ്യം പറയുന്നത് ബ്രഹ്മാവ് മതത്തെ 2ആയി പകുത്ത് പകുതി ആനയ്ക്കും നേർപകുതി സർവ്വചരാചരങ്ങൾക്കും കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ നേർപകുതി സർവ്വചരാചരങ്ങൾക്കും, അതാണ് ചെടികൾ പുഷ്പിക്കുന്നതും കായ്ക്കുന്നതും എല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം മതം ഉണ്ടാകുന്ന ആനകൾക്ക് ഭയമില്ല. അപ്പം ഇത് വേദന അറിയില്ല, ഭയം അറിയില്ല. അപ്പം ഇത് അവരുടെ ആ ഒരു ആസക്തി അല്ലെങ്കിൽ ഇണയെ ആകർഷിക്കാനുള്ള ഒരു ടൈമും കൂടിയാണത്. അതായത് ഈ മുട കഴിയുന്ന ആനകൾക്ക് കുറേശ്ശെ ഒലിച്ചു വരും. ആന എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ കുറേശ്ശെ ഒലിച്ചു വരും. ആ സമയത്ത് കാട്ടിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ പ്രായം വരുമ്പം അതിലെ ആ കൂട്ടുകുടുംബത്തിലെ മുതിർന്ന ആനകൾ ഈ ആന ഒറ്റയ്ക്ക് പോകാൻ അനുവദിക്കും, കൂട്ടത്തിൽ നിന്ന് തള്ളിവിടും. അവർ പോകുന്ന വഴിക്ക് മരത്തേലൊക്കെ ഉരയ്ക്കും,
മരത്തേലൊക്കെ വരയ്ക്കുമ്പോൾ ഈ സ്മെൽ അവിടെ ഉണ്ടാവും. അതിൻ്റെ ഓപ്പോസിറ്റാണ് ആ കുടുംബം സഞ്ചരിക്കുക. ഇവൻ വേറൊരു കുടുംബത്തിലെ ഒരു പിടിയാനയുമായിട്ട് ചേരും. അവരങ്ങനൊരു കുടുംബം ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. നമുക്കിവിടെ നമ്മൾ ഈ സമയങ്ങളിൽ കെട്ടിയിടുകയാണ്. എന്തായാലും ആനയ്ക്ക് ഒലിക്കും, കാട്ടിലെ ആനകൾക്കും സമൃദ്ധിയായിട്ട് ഒലിക്കും. 3-4 മാസമൊക്കെ അവർക്ക് ഒലിക്കും. കാട്ടാനകൾ നല്ല ഒലിവിൽ കാട്ടാനകൾ നടക്കുന്നതാണ്. അവിടെ പിന്നെ ഇത്ര വലിയ പ്രശ്നമൊന്നുമില്ല. അവർ ഉൾവനത്തിലോട്ടൊക്കെ അങ്ങ് പോകും. അപകടം മനുഷ്യനുമായിട്ടൊരു പ്രശ്നം വരുന്നില്ല. എന്നാൽ കാട്ടിൽ മതമ്പാടിൽ നിൽക്കണ അല്ലെ മതമ്പാടിൽ നടക്കുന്ന ആനയുടെ മുമ്പിലെങ്ങാനും ചെന്ന് പെട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ തീർന്നു. അൺഡിസ്പ്ലേയുടെ കാര്യം പറഞ്ഞാലേ പൊടി പോലും ഉണ്ടാവില്ല അവരെന്താ ചെയ്യാന്ന് പോലും പറയാൻ പറ്റില്ല. ഈ മതപ്പാട് കാലത്തെ നമ്മൾ എന്തൊക്കെ ചികിത്സകൾ, അല്ലെങ്കിൽ അതിന് മുമ്പാണോ, അതിന് എന്തൊക്കെയാണ് നമ്മൾ അതിന് കൊടുക്കുന്നത്? മതപ്പാട് അതിന് നാച്ചുറൽ ആയിട്ടുള്ള മതപ്പാട് അതിന് ശരിക്ക് ഫ്ലോ അല്ലെങ്കിൽ അതിൻ്റെ രീതിക്ക് അത് വരുന്നില്ല എന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ശരീരത്തിൽ ഈ ടെസ്റ്റോസ്റ്ററോൺ കൂടുതൽ ഉണ്ടാവാനുള്ള ആയുർവേദ മരുന്നുകൾ ധാരാളമുണ്ട്. അതിന് ആനയുടെ പാലകാപ്യം, മാതങ്കലിയില, ഗജരക്ഷാന്തരം, ഗജശാസ്ത്രം, ഇങ്ങനെ നിരവധി ഗ്രന്ഥങ്ങളുണ്ട്. അതിലൊക്കെ ആനയുള്ള ചികിത്സയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ആയുർവേദത്തിൽ. ആയുർവേദ ചികിത്സ ആനയുടെ ശരീരം ഉഷ്ണ ശരീരമാണ്. തീകോളത്തിൽ പോലെ ഉള്ളൊരു നമ്മളൊരു ബോയിലറിൻ്റെ മുകളിലിരിക്കുന്ന മാതിരിയാണ് ഒരു മഴയത്തൊരു ആനയുടെ മുകളിലിരിക്കുമ്പോൾ അതുപോലെ ആവി പറക്കും. അത്ര ചൂട് ശരീരമാണ്. അപ്പോൾ ആയുർവേദത്തിൻ്റെ തണുപ്പ് അതിന് വളരെ യോജിപ്പാണ്. ആയുർവേദ മരുന്നുകളാണ് ആനയ്ക്ക് കൂടുതലും നമ്മൾ പണ്ട് കാലം വരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു അലോപ്പതി വന്നത് ഈ അടുത്ത കാലങ്ങളായിട്ടാണ് അല്ലേ? അത്രേ ഉള്ളൂ. വളരെ അടുത്ത കാലത്ത്, അതായത് 1979 ഏപ്രിൽ 24 കിഴക്ക് വീട്ടിൽ ദാമോദരൻ എന്ന് പറഞ്ഞ ആനെ പാലക്കാട് തിരുനെല്ലയിൽ വെച്ചിട്ട് ഇടഞ്ഞ് ഭീകരാന്തരീക്ഷം ഉണ്ടാക്കിയ ഒരാളെ മയക്കുവെടി. ആ മയക്കുവെടി വെച്ചതിൻ്റെ ശേഷമാണ് മയക്കി നിർത്താം ആന ഇങ്ങനൊരു സാധ്യത. അപ്പോൾ തൃശ്ശൂർ വെറ്റിനറി ഡോക്ടറിലെ ത്രിമൂർത്തികളെന്ന് അവകാശപ്പെടുന്ന അവരാണിത് മയക്കുവെടി വെച്ചതുമൊക്കെ. അവർക്ക് ആനയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് അവർക്ക് മനസ്സിലായി. അതനുസരിച്ച് അവർ പല മരുന്നുകളും റിസർച്ച് ചെയ്തു. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അതിന് വേണ്ടിയിട്ടുണ്ടാക്കി. ഒരുപാട് സംഭാവനകൾ അവർ നമുക്ക് അതിൽ തന്നിട്ടുണ്ട്. ഇന്നിപ്പം ഗവൺമെൻറ് നിയമപ്രകാരം വെറ്റിനറി ഡോക്ടറുടെ സേവനം നിർബന്ധമാണ്. ആന ആര് വളർത്തിയാലും ഫോറസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലയിൽ ഉള്ള ഡോക്ടർമാരുണ്ട്. ഇതിൽ പ്രാക്ടീസ് ചെയ്ത് വിദഗ്ധരായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുടെ സേവനം നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ട്. എന്നാലും അവരും നിർദ്ദേശിക്കുന്നുണ്ട് ആയുർവേദ മരുന്നുകൾ. ചില കാര്യങ്ങൾക്കൊക്കെ ആയുർവേദ മരുന്നുകളാണ് അവർ കൂടുതലും സജക്ട് ചെയ്യുന്നത്. എന്നാലും മോഹൻദാസേട്ടൻ്റെ അഭിപ്രായത്തിൽ ആയുർവേദ മരുന്നുകളാണ് കൂടുതൽ എനിക്കിഷ്ടം. കൂടുതൽ ചെയ്യാൻ ഒരു പഴയ രീതിയിൽ അങ്ങനെ ശീലിച്ചതുകൊണ്ടാവും ആയുർവേദത്തിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെ എരണ്ടക്കെട്ട്, പാദരോഗം, ഈ വക കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ച മരുന്നുകൾ എൻ്റെ ചെറുപ്പകാലത്ത് മുതൽ ഞാൻ വൈദ്യന്മാരുടെ കൂടെയും അതുപോലെ തന്നെ നല്ല ആനക്കാരുടെ കൂടെയൊക്കെ നിന്ന് പഠിച്ചതനുസരിച്ച് അങ്ങനെയുള്ള അസുഖങ്ങൾക്കുള്ള ഇത് വരുമ്പോഴത്തേക്കും അത് മരുന്ന് ചെയ്ത് മാറ്റി നമുക്ക് അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് അതിൽ കൂടുതൽ നമ്മൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. ഇപ്പം ഇങ്ങനെ ഈ എരണ്ടക്കെട്ട് ഇന്നിപ്പം നമുക്ക് ഒരുപാട് നല്ല ആനകൾ നഷ്ടപ്പെടാനുള്ള ഒരു ഇതാണ് എരണ്ടക്കെട്ട് അല്ലേ? അപ്പോൾ ഈ എരണ്ടക്കെട്ടിനെ പറ്റി ഒന്ന്, അതിനുള്ള ചികിത്സകളെ പറ്റി. എരണ്ടക്കെട്ട് നമുക്കറിയാം ഒരു കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ഒരു വായു സ്തംഭനം എന്നതിന് അതിൽ 3 തരത്തിലുള്ള കെട്ടൊക്കെ ഉണ്ടെന്നൊക്കെ പലർക്കും അറിയാം. കുറച്ചുകൂടെ എന്താണ് അതിനെ ലളിതമായിട്ട് പറഞ്ഞല്ലെങ്കിൽ അതിനെ ചികിത്സകളെ പറ്റി. എരണ്ടക്കെട്ട് വരുന്നത് കാരണങ്ങൾ പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെയിലത്ത് നടന്നു വരുന്ന ഒരു ആന വയർത്ത് കുളിച്ച് വെയിലത്ത് നടന്നു വരുന്ന കാഞ്ഞൂതുക എന്ന് പറയുന്നത്, ആ രീതിയിൽ വരുന്ന ഒരു ആന പെട്ടെന്ന് ഒരു തണലിൽ നിർത്തി നല്ലോണം ശരീരം തണുത്തതിന് ശേഷം മാത്രമേ അതിന് വെള്ളം കൊടുക്കുകയോ വെള്ളം ഒഴിപ്പിക്കുകയോ ഒക്കെ ചെയ്യാൻ പാടുള്ളൂ. കാഞ്ഞൂതുക എന്ന് പറഞ്ഞപ്പോഴാണ് അത് പലർക്കും അറിയില്ല. ആനകൾക്ക് വേർപ്പ് ഗ്രന്ഥികളില്ല. അപ്പം അതുകൂടെ ഒന്ന്, സ്വേദഗ്രന്ഥി ഇല്ലാത്തൊരു മൃഗമാണ് ആന. എന്നാൽ നഖത്തിന്റെ മേളിൽ മാത്രം ഒരു ശകലം പൊടിക്കും. അവിടെ വേർപ്പ് പൊടിഞ്ഞിരിക്കുന്ന വേർപ്പ് ഉള്ളിലാണ് ആനകൾക്ക്. അതെ, അത് തുമ്പിയിൽ കൂടി, അത് വായിന്ന് തുമ്പിയിൽ കൂടി വലിച്ചെടുത്ത് മേലേക്ക് ഒഴിക്കാറുണ്ട് ആനകൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ അങ്ങനെ കാഞ്ഞൂതി, അതിന് നമ്മൾ ആനക്കാർ പറയാ കാഞ്ഞൂതുക എന്ന് പറയുന്നത്. ആൻ്റെ ഉള്ളു കാഞ്ഞു, അത് വലിച്ചു ഊതുകയാണ്. അപ്പോൾ ആ കാഞ്ഞൂതുക നമ്മൾ ഷോർട്ടായിട്ട് പറയും. അങ്ങനെ വരുന്ന ഒരു ആനയെ പെട്ടെന്ന് നമ്മൾ വെള്ളത്തിലിറക്കി തണുപ്പിക്കുക ഒന്നും ചെയ്യാൻ പാടില്ല. ആന എവിടെയെങ്കിലും തണലുള്ളിടത്ത് നിന്നിട്ട് സ്വാഭാവികമായിട്ട് ആന ചെവി അടിച്ച് അതിൻ്റെ ശരീരത്തെ രക്തം തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മളതിനെ വെള്ളം കൊടുക്കുകയും തണുപ്പിക്കുകയോ ഒക്കെ ചെയ്യുക. അതിന് ശേഷം ആനയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാവുള്ളൂ. പിന്നെ ഈ വാടിയ ഭക്ഷണമൊക്കെ ഇതുപോലുള്ള അവസരങ്ങളിൽ ഉറക്കളച്ചും ഒക്കെ വരുന്ന സമയത്തൊക്കെ ഈ വാടിയ പനങ്കയും അതൊക്കെ തിന്നേണ്ട സാഹചര്യങ്ങളുണ്ടാവുക. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ആനയുടെ ഉള്ളിൽ വായു കെട്ടും. അപ്പോൾ അപാന വായു എന്ന് പറയുന്ന ഒരു വായുവാണ്. 5 വായുക്കളുണ്ട്. അപാനൻ, ഉദാനൻ, സപാനൻ, വ്യാനൻ, ഇങ്ങനെ പ്രാണൻ, ഇങ്ങനെ 5 വായുക്കളുണ്ട്. അതിൽ അപാന വായു
നാഭിയിലാണ്, അതായത് പൊക്കിളിന് താഴെ പക്വാശയത്തിൽ നിന്നാണ് അപാനവായു മേളിലോട്ട്. കൊടുങ്കാറ്റ് പോലെ അവൻ പാഞ്ഞു കയറും. വായുവിന്റെ ശക്തി അതാണ്. അപ്പോൾ ആ വായു ഭിന്നിക്കുകയാണ്. അവന് ഇരിപ്പിടത്ത് അതിന് വിപരീതമായി നമ്മൾ പ്രവർത്തിച്ച കാരണം കൊണ്ട് അവൻ അവിടെ നിന്ന് അവൻ ഇളകി പോവാണ്. അതിൻ്റെ ആ പാച്ചിലിൽ ആനയുടെ കുടലിനെ വരെ എടുത്ത് മറിക്കും. ഒരുപക്ഷെ കുടൽ പിരിഞ്ഞു കിടക്കുന്നുണ്ടായിരിക്കും. അത് ശരി. ഇതിൻ്റെ കാഠിന്യം അനുസരിച്ച് അതൊന്നും ഇതിൻ്റെ ഉള്ളിലത്തെ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പെട്ടെന്ന് കഴിയില്ല. എരണ്ടക്കെട്ടിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ പറഞ്ഞതൊക്കെയാണ്. അതിന് ഇഷ്ടമില്ലാത്ത ഭക്ഷണങ്ങൾ, അല്ലാത്ത സമയത്തുള്ള കാഞ്ഞൂതി വന്ന സമയത്തുള്ള ആ വെള്ളം കൊടുക്കലും തണുപ്പിക്കലും പറയട്ടി വെള്ളം കോരി വെച്ച മാതിരി ആയിപ്പോവും. കാഞ്ഞു വരുന്ന ആനയാണ്. അങ്ങനെയുള്ള സമയങ്ങൾ വാടിയ ഭക്ഷണം കൊടുക്കുക, അഹിത ആഹാരം എന്നാണ് അതിന് പറയാ. അഹിതമല്ലാത്ത ആഹാരം കഴിക്കേണ്ടി വരിക. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് വായു ഇഷ്ടമല്ലാത്ത ആഹാരം അല്ലേ, ആനയെ സംബന്ധിച്ച് ആനയ്ക്കത് ഇഷ്ടമല്ലാത്ത നമ്മൾ ഇട്ട് കൊടുക്കുന്ന. അപ്പോൾ അവർ തന്നെ അണച്ചാൽ പോയി അത് കഴിക്കില്ല. അതുകൊണ്ടാണ് അഹിതാകാരം എന്ന് മാതംഗലിയിലൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അപാനവായു കോപിക്കുന്നതും. അതിൻ്റെ പേരിൽ ആനയ്ക്ക് വായു സ്തംഭിക്കും, ആനയ്ക്ക് എരണ്ടക്കെട്ടുണ്ടാവും. എരണ്ടക്കെട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ലക്ഷണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറുവേദനയാണ്, നോവ്, ആ ലക്ഷണങ്ങളൊക്കെ ആന കാണിച്ചു തുടങ്ങും. ആന ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല, പിന്നെ ഇരിക്കാനും കിടക്കാനും ഒക്കെ മൂത്രമൊക്കെ ഉണ്ടാവില്ല. മൂത്രമൊക്കെ കുറച്ച് കുറെ വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കുറച്ച് വരും. എരണ്ടം വരില്ല. ഇനി ഒരു പക്ഷേ ചിലപ്പോൾ ആദ്യത്തെ ആ ഒരു മൂവ്മെന്റിൽ ലാസ്റ്റ് എരണ്ടമൊക്കെ ചിലപ്പോൾ വീഴും. അത് ഒരു ചെറിയ എരണ്ടമായിരിക്കും. അതിന്റെ അറ്റം ഇങ്ങനെ വലിച്ച മാതിരി ഉണ്ടാവും, കൂർത്തിരിക്കും. അപ്പൊ അത് കണ്ടാൽ അറിയാം. അത് മിക്കവാറും ഈ ഇടക്കെട്ടോ മുൻകെട്ടോ ഒക്കെ ആയിട്ട് വരുന്നതിനാണ് അങ്ങനെ വരുന്നത്. പുറംകെട്ടാണെങ്കിൽ അത് 3 തരത്തിൽ കെട്ടുണ്ട്: പിൻകെട്ട്, ഇടക്കെട്ട്, മുൻകെട്ട്. അതിനൊക്കെ പ്രത്യേക ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. ഇടക്കെട്ടൊക്കെ ആണെന്ന് വെച്ചാൽ ആന വായിൽ നിന്ന് കൊടുത്ത വെള്ളം ചാടുകയും ഒരു ഛർദ്ദിക്കുന്ന മാതിരിയൊക്കെ ഉള്ളൊരു അസ്വസ്ഥതയൊക്കെ ഈ അപാനാണ് ഇതിൻ്റെ പ്രധാനി. അപ്പോൾ അവനെ നേർവഴിക്ക് കൊണ്ടുവരാൻ ഏറ്റവും മാതംഗലിയിൽ ഗജലക്ഷാന്തരത്തിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആവണക്കെണ്ണ കുറേ എടുത്തിട്ട് ഗന്ധകം എടുത്തിട്ട് അത് ശുദ്ധി ചെയ്തതോ അല്ലാത്തതോ ആയിട്ടുള്ള ആണെങ്കിലും പെട്ടെന്ന് നമ്മളത് ചെയ്യുക. ആവണക്കെണ്ണ എടുത്തിട്ട് ഈ ഗന്ധകം അതിലിട്ടിട്ട് തിളപ്പിച്ച് അത് ആറുമ്പോൾ അതെടുത്തിട്ട് ആനയുടെ ഈ അടിവയറ്റിലും അതുപോലെ എരണ്ടവായിലും ഒക്കെ തേച്ച് കൊടുക്കുക. അതിൻ്റെ ശക്തി കൊണ്ട് ഇത് രണ്ടും കൂടിയുള്ള കോമ്പിനേഷൻ ഭയങ്കര ശക്തിയാണ്. ശിവനും പാർവതിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത്ര ശക്തിയാണ്. ആ ശക്തി ഈ പിടഞ്ഞു കിടന്ന വായുവിനെ തിരിച്ചുകൊണ്ട് ഒരുപക്ഷെ അതിന്റെ കുടലിനെ എടുത്ത് മറിച്ചിട്ടുണ്ടാവും. നമ്മൾ ഈ നീളമുള്ള ബലൂഡ് മുന്തിരിയൊക്കെ ഉണ്ടാക്കുന്ന, അപ്പൊ അതിങ്ങനെ പിരിക്കുന്ന, അത് പിരിച്ചിട്ടേക്കുന്ന പോലെ ഇത് പിരിഞ്ഞു പോയി കിടക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് മരുന്ന് കൊടുത്ത് മുക്കാനുള്ള ഇഞ്ചക്ഷനൊക്കെ അടിച്ചാൽ പോലും, അല്ലെങ്കിൽ നമ്മൾ വസ്തി വയ്ക്കുകയാണ് മുക്കാൻ വേണ്ടിയിട്ട്, അതൊക്കെ ചെയ്താൽ പോലും ഇങ്ങോട്ട് വരത്തില്ല. അവിടെ ബ്ലോക്കായി പിരിഞ്ഞു കിടക്കുന്നുണ്ടാവും, വരത്തില്ല. അപ്പം ആ കുടലിന്റെ പൊസിഷനെ ആദ്യം നമ്മൾ നേരെയാക്കണം. 180 അടിയോളം അല്ല, 150 മുതൽ 150 അടിയോളം നീളത്തിലാണ് കുടല്. അതിങ്ങനെ പിരിഞ്ഞ് കിടക്കുകയാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ ഇത് പിരിയാൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ എവിടെയോ ബ്ലോക്കായി കിടക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഫ്ലോ ശരിയാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ അപാനവായു നേരെ വരും. അതുപോലെ ത്രിഫല, നെല്ലിക്ക, താന്നിക്ക, കടുക്ക, ഇതും കൂടി ഇട്ടിട്ട് ഈ മിശ്രിതം ഉണ്ടാക്കുക. ആ മിശ്രിതം നമുക്ക് തലയിൽ തളം വയ്ക്കാം, വായുകുംഭത്തിൽ തളം വയ്ക്കാം. നമ്മൾ ആരുടെ വയറ്റിലേക്ക് ഒരു മരുന്ന് നമ്മൾ കൊടുക്കുന്നില്ല. നിസ്സാര കാര്യമാണ് ത്രിഫല. അതുപോലെ മുരിങ്ങയുടെ ഇല ഇലയെല്ലാം കൂടി അരച്ചിട്ടിട്ട് ഇടിച്ച് അതിനെ നീര് പിഴിഞ്ഞെടുക്കുക. മുലപ്പാലാണ് പറഞ്ഞേക്കുന്നത്, നമുക്കത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ആട്ടുംപാൽ ഉപയോഗിക്കാം. ഞാൻ അങ്ങനെ കൊടുത്തിട്ട് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ആട്ടുംപാൽ ഒരു 1/2 ലിറ്റർ ആട്ടുംപാലും 1/2 ലിറ്റർ മുരിങ്ങനീരും കൂടി എടുക്കുക. അതിൽ ത്രിഫല പൊടി ഇടുക, ഗന്ധകം കൂടി ചേർത്തിട്ട് അത് ഇതേപോലെ മിശ്രിതമാക്കിയിട്ട് അത് വായുകുംഭത്തിൽ പുരട്ടുക. തലയിൽ ശിരസിൽ ഒരു മരുന്നൊക്കെ നനച്ചിടുന്ന പോലെ അത് ഓരോ മണിക്കൂർ ഇത് ഉണങ്ങുന്നതനുസരിച്ച് നമ്മൾ നനച്ചു കൊടുക്കുക. അതൊക്കെ ഈ അടിവയറ്റിലും, അടിവയറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊക്കിളിൻ്റെ അവിടെ അങ്ങോട്ട് കണപ്പാട്ടിൽ എരണ്ടവായിൽ അവിടെയൊക്കെ നമ്മൾ ഗന്ധകവും ഈ ആവണക്കെണ്ണയും കൂടി ചൂടാക്കിയിട്ട് അത് പുരട്ടി കൊടുക്കുക. അപാനവായു മൂർധനിലേക്ക് അടിച്ചു കയറിയേക്കുന്നത് അവൻ താഴും. ഊർധൻ താഴും. അവൻ താഴിട്ട് അവൻ സ്വസ്ഥാനത്തേക്ക് തിരിച്ചു വരുമ്പോൾ പിരിഞ്ഞു കിടന്ന കുടല് നേരെയാവും. അപ്പോൾ നമ്മൾ കൈയിട്ട് നോക്കിക്കഴിഞ്ഞാൽ തലേദിവസം രാത്രി നമ്മൾ തലേദിവസം വൈകുന്നേരത്ത് നമ്മൾ കൈയിട്ട് നോക്കിയിട്ട് അവിടെ എണ്ണ കണ്ടിട്ടില്ല എന്ന് വിചാരിക്കുക. നമ്മൾ അന്ന് സന്ധ്യയോടുകൂടി നമ്മളിത് ചെയ്തു. പകല് ചെയ്യണത്, സന്ധ്യയ്ക്ക് മുന്നേ ഇത് ചെയ്യണം. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റേ ദിവസം രാവിലെ നമ്മൾ കൈയിട്ട് നോക്കുമ്പോഴത്തേക്ക് എണ്ണ കൈമ മുട്ടും. അത് ശരി, എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. 2-3
അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പിന്നെ അത് എടുത്താൽ മതി. അത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല കൈ നല്ലോണം വൃത്തിയാക്കി കയ്യുമ്മേൽ ആവണക്കെണ്ണോ അല്ല ലിക്വിഡ് പാരാഫിനോ എന്തെങ്കിലും പുരട്ടി നമ്മൾ കൈ കടത്തി ആ എരണ്ടത്തിൻ്റെ മൊത്തത്തിൽ ആ ബാക്ക് വശം അത് നമ്മൾ തപ്പി നോക്കണം. എന്നിട്ട് അതിൻ്റെ ഒത്ത നടുക്ക് സെൻട്രൽ നമ്മൾ അവിടുന്ന് പിച്ചി എടുക്കുക. അവിടുന്ന് പിച്ചി എടുത്ത് തുറന്ന് നമ്മുടെ കൈ അതിൻ്റെ ഉള്ളിലേക്ക് പോകണം. അപ്പോൾ ഇത് അമർന്ന് വന്നിട്ട് വരും. ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുക്കണം. എടുത്തെടുത്ത് പുറത്തേക്ക് കളയുക. അത് ശരി. അത് ഒറ്റ അടിക്കാതെ മൊത്തം എടുക്കാൻ നിൽക്കുകയും ചെയ്യും. ആനയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അതെ, അത് കാരണം ഒന്നാമത് അതിനും വളരെ അൺകംഫർട്ടബിൾ ആയിട്ടായിരിക്കുമല്ലോ. അപ്പൊ കുറഞ്ഞെടുത്തു കഴിഞ്ഞാൽ തന്നെ ആനയ്ക്ക് ശ്വാസഗതി നേരെയായി തുടങ്ങും. അപ്പൊ തന്നെ ആന അതിനനുസരിച്ച് ആന പിന്നെ സ്വയം മുക്കിത്തരുവൊക്കെ ചെയ്യും. അപ്പൊ അത് കുറേശ്ശെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് അതിന് പോരും. അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആനയ്ക്ക് വല്ല കഞ്ഞി എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കുക. അപ്പൊ ആ ക്ഷീണമൊക്കെ അങ്ങ് മാറും. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക്. അതുപോലെ ഈ നമ്മുടെ ഈ നാട്ടുമാമക്കൽ ഈ മനക്കലൊക്കെ നിൽക്കുന്ന വലിയ മാവ് കണ്ടിട്ടില്ല? ആ മാവിന്റെ തൊലി തടിയിൽ തൊലിയുടെയും തടിയുടെ ഇടയിലുള്ള മാംസളമായിട്ടുള്ള ഭാഗമില്ലേ, അത് കൊത്തിക്കൊണ്ടൊന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തിന്നു ആനകൾ. ഞാൻ എരണ്ടക്കെട്ട് ആയിട്ട് നിൽക്കുന്ന 1-2 ആനകളെ 2-3 ആനകൾ ഇതുപോലെ പോയിട്ട് മാവിൻ്റെ ചോട്ടിൽ നിർത്തിയിട്ട് തിന്നുന്ന കണ്ടു. അത് കൊമ്പുകൊണ്ട് കുത്തി ഇളക്കിയിട്ട് അത് ഒരു കഷ്ണം 2 കഷ്ണമൊക്കെ തിന്നും. അത് ഒരു പക്ഷേ അതിന് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സാധനമാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനം പരമാവധി ഈ ആവണക്കെണ്ണ എന്തെങ്കിലും പുരട്ടിയിട്ട് ആരെ ചങ്ങല നീളത്തിന് അങ്ങോട്ട് ഒരു മരത്തിൽ ഉരയ്ക്കാൻ പാകത്തിന് തെങ്ങോ മാവോ എന്തായാലും വേണ്ടില്ല അതിൻ്റെ ശരീരം ഉരയ്ക്കാൻ പാകത്തിന് ഫ്രീ ആയിട്ട് വിട്ടു കൊടുക്കുക. അവർക്ക് അവരുടേതായിട്ടുള്ള രീതികളിൽ ഈശ്വരൻ കൊടുത്തിട്ടുള്ള അറിവുണ്ട്. അത് വെച്ചിട്ട് അതിനെ നമ്മളൊരു 10 പേര് 2 പുറം നിന്ന് ചവിട്ടി ഒഴിഞ്ഞാൽ പോലും എത്താത്ത ശക്തിയിൽ അവർ ഈ മരത്തിൽ ഉരച്ചിട്ട് ഇതിനെ പുറകിലേക്ക് കൊണ്ടുപോകും. നമ്മൾ ഈ മരുന്നും കൂടി പുരട്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടലിന്റെ പിരിച്ചിൽ മാറി ഇത് തന്നെ ഒഴുകി വരുന്ന പോലെ 2 ബേക്കിൽ വരും. നമുക്കതിനെയൊക്കെ രക്ഷിക്കാൻ പറ്റും. അപ്പൊ ഈ എരണ്ടക്കെട്ടിന്റെ കാര്യങ്ങൾ അങ്ങനെയാണ്. അതെ, എരണ്ടക്കെട്ടിന്റെ പ്രതിവിധികളും കാര്യങ്ങളും നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ചില മരുന്നുകളല്ലേ, നുറുങ്ങു മരുന്നുകൾ. പക്ഷെ അത് ജീവൻ രക്ഷാ മരുന്നുകളാണ്. ഇത് പലയിടത്തും പ്രതിപാദിച്ചിട്ടുണ്ട്, നമ്മൾ ചെയ്ത് നമുക്ക് ഫലം കണ്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ചേട്ടാ, ഇന്നിപ്പം ഏറ്റവും കൂടുതൽ ഉള്ള ഒരു അവസ്ഥയാണ് നമ്മള് പാദരോഗം. ഒരുപാട് ആനകൾക്ക്, അതായത് ഇപ്പം പലരും നമ്മൾ പറയുമ്പോൾ നമുക്ക് പറയാം ചില ആനകൾ ചവിട്ടിയതിൽ അല്ലെ, മറ്റാനകൾ ചവിട്ടി നിന്നാൽ അല്ലെ, ഒരേ ലോറിയിൽ യാത്ര ചെയ്താൽ ഒരേ ഇടത്ത് നിന്ന് എഴുന്നള്ളിച്ചാലൊക്കെ ഈ രോഗം വരും എന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ആനകൾ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. പാദരോഗം അത്ര വലിയ മാരകമായിട്ടൊരു രോഗമായിട്ട് ഒരിക്കലും ഞങ്ങൾ കണ്ടിരുന്നില്ല. കാരണം ഞങ്ങൾ ചെറുപ്പം മുതലേ കാണുന്ന ഒരുപാട് വല്ലപ്പോഴും ഒരു ആനയുടെ കാലെല്ലാം ഒരു ശകലം പുണ്ണ് പോലെ കാണുന്നു. അതെന്താന്ന് നോക്കി പാദരോഗം എന്ന് പറഞ്ഞു, അത് മരുന്ന് കൊടുത്തങ്ങ് മാറ്റുകയും ചെയ്യുന്നു. അത് ശരി. അങ്ങനെ നമ്മൾ കണ്ടു വളർന്നിട്ടുള്ളത്. അതേ സമയത്ത് ഇപ്പോൾ പാദരോഗം വരുന്നു, അതിങ്ങനെ പകർച്ചവ്യാധിയായിട്ട് മാറുന്നു. ആനകൾ മരിക്കുന്നു, അല്ല ചെരിയുന്നു. ഇത് ഒരു നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഇത് പെട്ടെന്ന് വളർന്നു. ഇതൊരു പകർച്ചവ്യാധി തന്നെയാണ് സത്യത്തിൽ. കാരണം പാദരോഗമുള്ള ഒരു ആന കെട്ടിയ തറയിൽ നമ്മൾ ഇതില്ലാത്ത ഒരു ആനയെ കൊണ്ടുവന്ന് അവിടെ കെട്ടിയാൽ അവിടെ അണുക്കൾ ഉണ്ടാവും, അത് ഇതിന് പകരും. പാദരോഗം എന്ന് പറയുന്ന ആനകളുടെ കാൽപാദത്തിൽ ഉണ്ടാകുന്നതാണ്. അത് നഖത്തിന്റെ ഉള്ള അവിടെയൊക്കെ വൃത്തിയായിട്ട് നമ്മൾ സൂക്ഷിക്കാത്തതുകൊണ്ട്, കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കാത്തതുകൊണ്ട് അതിൻ്റെ ഇടയിലുള്ള ചെളിയിൽ അണുക്കൾ കയറി അവിടെയാണ് ഇത് തുടക്കം കുറിക്കുന്നത്. അങ്ങനെ അത് നഖമെല്ലാം നമ്മുടെ ചക്കച്ചങ്ങണി മാതിരി അങ്ങ് ആകും. അതിനുള്ളിലെ മാംസമൊക്കെ അളിഞ്ഞ് പഴുപ്പും അസഹ്യമായിട്ടുള്ള വേദനയും വരും. അതിൽ പിന്നെ നീരൊക്കെ ഉണ്ടായിട്ട്, നീർക്കെട്ടുണ്ടായിട്ട് ആ ചെരുപ്പടി എന്ന് പറയുന്ന ഈ അടിഭാഗമൊക്കെ പൊളിഞ്ഞു പോകും. ഒരു ചെരുപ്പ് തൂങ്ങി കിടക്കണ മാതിരിയൊക്കെ അങ്ങോട്ട് ആകും. അങ്ങനെ വരുമ്പോഴാണ് ആനകൾ മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്നത്. അതേ സമയത്ത് ഈ പാദരോഗം കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ചെറുതായിട്ട് കാണുമ്പോൾ തന്നെ തുരിശ് കട്ട കൊണ്ട് അത് ഉരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇതൊക്കെ വൃത്തികേടൊക്കെ അങ്ങ് പോകും. പിന്നെ കഷായ വെള്ളമുണ്ട്. ആയുർവേദത്തിൽ ചില മരുന്നുകൾ ചേർത്തിട്ടിട്ട് കഷായ വെള്ളം ഉണ്ടാക്കി ആ കഷായത്തിൽ ഇറക്കി നിർത്തിയാൽ പുറമേയുള്ള അണുക്കൾ കംപ്ലീറ്റ് അങ്ങ് ചാവും. പക്ഷേ ഇതെല്ലാം മുറിവ് കരിയുകയും ചെയ്യും. ഈ പുണ്ണ് വന്നത് കരിയുകയും ചെയ്യും. പാദരോഗം ഉണങ്ങി കഷായത്തിൽ ഒരാഴ്ചയൊക്കെ ചെയ്യുമ്പോഴേക്കും, അല്ലെങ്കിൽ ഒരു 10 ദിവസം ചെയ്യുമ്പോഴേക്കും അത് വൃത്തിയായിട്ട് കരിഞ്ഞുണങ്ങി ആ കഷായത്തിൻ്റെ നിറം പോലെ തന്നെ അങ്ങോട്ട് ഉണങ്ങിഞ്ഞ് വരും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇതുണ്ട്, അണുക്കളുണ്ട്. നമ്മളിത് ഉണങ്ങിയെന്ന് വിചാരിച്ചിട്ട് കുറേ നാൾ കൊണ്ട് കിടന്നു, കുറച്ച് ദിവസം ആനയെ അഴിക്കാണ്ട് എവിടെയെങ്കിലും ചെളിയിൽ ആന നിന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാവുക. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ളിൽ ചില മരുന്നുകൾ അതിന് കൊടുക്കണം. ആയുർവേദത്തിൽ അതിന് മരുന്നുണ്ട്, അതും ആയുർവേദത്തിലുണ്ട്. ആ മരുന്ന് കൊടുത്താൽ അതിൻ്റെ ഉള്ളിലത്തെ അത് പോകും. പണ്ട് കാലത്ത് ഈ പാദരോഗ സാധ്യതയുള്ള ആനക്കുട്ടികൾക്ക് അല്ലെങ്കിൽ ആനകൾക്ക്
തവളയെ കൊടുക്കുമായിരുന്നു, താറാവിനെ കൊടുക്കുമായിരുന്നു. അത് ശരി. അതൊക്കെ ഈ പാദരോഗത്തിന് പ്രതിരോധമായിട്ട് കൊടുക്കുന്ന. അത് ശരി. അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് പിന്നീട് ഇത് ഉണ്ടാവാറില്ല. ഇപ്പൊ നമുക്ക് തവളയെ പിടിക്കാൻ പാടില്ല. പിന്നെ താറാവ്, അതെ, അതൊന്നും ഇപ്പൊ അങ്ങനൊന്നും ആരും അത് ചെയ്യുന്ന കാണുന്നില്ല. താറാവിനെയൊക്കെ നമ്മളെന്താ ഇടിച്ച് മരുന്നുകൾ ചേർത്ത് ഇടിച്ചു കൊടുക്കുക. പാദരോഗത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഗുൽഗുലു തിക്ത നെയ്യ് പ്രസിദ്ധമാണ്. ഗുൽഗുലു തിക്തം നെയ്യ് പാദരോഗത്തിന്. അത് പിന്നെ പാവ് എന്ന് പറയുന്ന ഒരു ആയുർവേദ മരുന്നുണ്ട്. പാവ് ചേർത്തിട്ടുള്ള മരുന്നുകൾ നമ്മൾ ആനയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പഥ്യമാണ്. അതിന് പഥ്യം മീൻസ് നമ്മൾ ഈ മരുന്ന് കൊടുക്കുമ്പോൾ ആനയ്ക്ക് ഫുൾ റെസ്റ്റാണ്. അത് ഒരു ഓല എടുക്കാൻ പോലും ആനയെ കൊണ്ടുപോകാൻ പാടില്ല. അതിന് നമ്മൾ 10 ദിവസം മരുന്ന് കൊടുത്താൽ 10 ദിവസം ആന പഥ്യത്തിൽ നിർത്തി. പാവ് പഥ്യമുള്ള മരുന്നാണ്. ആ മരുന്ന് പാവിൻ്റെ കൊടുത്ത് വേറെ മരുന്നുകളുണ്ട്, അതൊക്കെ ചേർത്തിട്ട് ആനയ്ക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ശേഷം ഇത് മാറും. പാദരോഗം, ഞാനൊരു ആനയ്ക്ക് പാദരോഗത്തിന് ചെരുപ്പടി പൊളിഞ്ഞു വന്നു തുടങ്ങിയതായിരുന്നു. അത് ശരി. ആന ഏതാണെന്ന് ഞാൻ പ്രസിദ്ധപ്പെടുത്തുന്നില്ല. അത് ഞാനീ പറയുന്നത് കേൾക്കുമ്പോൾ ആ ആനയെ സംരക്ഷിച്ചിരുന്ന ആനക്കാർക്കും അതല്ലെങ്കിൽ അത് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച മാനേജർമാരും അതുപോലെ എനിക്കിതൊക്കെ അറിയാമെന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുപോയ ഒരു ആനക്കാരനുണ്ട്. അവർക്കൊക്കെ ഇത് മനസ്സിലാവും. അത് 10 ദിവസം കൊണ്ട് ഈ ചെരുപ്പടി പൊളിഞ്ഞ് ഇങ്ങനെ തൂങ്ങിക്കിടന്നത് നേരെയായി. അത് ഉള്ളു ഉണങ്ങി അവിടെ അത് ഒട്ടിയിട്ട് നീർക്കെട്ട് മാറാൻ വേറെ മരുന്ന് ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. ആ മരുന്നൊക്കെ നിസ്സാരം മരുന്നുകളാണ്. നമ്മളതിന്റെ ഉള്ളിലേക്കൊന്നും ഒരു മരുന്നും കൊടുക്കുന്നില്ല. ഈ പുറമെ പുരട്ടാൻ നമ്മളിപ്പോ കാലിലൊരു നീര് വന്നാൽ ഒരു ഇച്ചിരി കുഴമ്പെടുത്ത് പുരട്ടുന്നില്ല. അതുപോലെ ചെയ്യാൻ നമ്മളെ അനുവദിക്കാതിരിക്കുന്നത് കഷ്ടമാണ്. ഒരു ആനയ്ക്ക് അങ്ങനെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പുറമേ ഉള്ളതൊക്കെ ചെയ്യാം. മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളിലേക്കൊക്കെ എന്തെങ്കിലും കൊടുക്കും, ഡോക്ടർമാർ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. ഇതുപോലെ നിസ്സാരം കാലിലൊരു നീര് വന്നു ഇച്ചിരി കുഴമ്പ് മേടിച്ച് പുരട്ടുന്നതിന് നമ്മൾ അതിനും ഉടമസ്ഥനോട് പോയി പറയണം, ഡോക്ടറെ കാണണം എന്നൊക്കെ പറയുമ്പോൾ അത് ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഡോക്ടറെ അറിയിക്കണം, നമ്മൾ തീർച്ചയായിട്ടും ഉടമസ്ഥനെ ആദ്യം അറിയിക്കണം. ആനയ്ക്ക് എന്ത് അസുഖം ഉണ്ടായാലും അപ്പം തന്നെ ഉടമസ്ഥനെ അറിയിക്കണം. ഈ ഉടമസ്ഥനെ അപ്പം തന്നെ ഡോക്ടറെ അറിയിക്കണം. കാരണം അദ്ദേഹമാണല്ലോ ഇൻചാർജ്. അപ്പൊ ഡോക്ടറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡോക്ടർക്ക് മനസ്സിലാവും മാരകമായിട്ടുള്ള ഒരു അസുഖമാണെന്ന് തോന്നിയത്. ആയുർവേദത്തിൽ ഇതിന് പറഞ്ഞിട്ടുള്ള ഇതിനൊക്കെ പ്രതിവിധികളും ഇതിനൊക്കെ ചികിത്സാ രീതികളും ആയുർവേദത്തിലുണ്ട്. നൂറ്റാണ്ടുകളായിട്ട് അനുവർത്തിച്ചു വരുന്ന രീതിയുണ്ട്. ഇത്രയും നൂറ്റാണ്ടുകളായിട്ട് ഈ ചികിത്സാ രീതി തന്നെയാണ് നമ്മൾ നടത്തി വന്നിരുന്നത്. ഇപ്പോൾ എന്താണെന്നറിയില്ല, നമുക്ക് അത് ആനകളൊക്കെ നമുക്ക് നഷ്ടമാവുകയാണ്. പാദരോഗമൊക്കെ മാരകമായ രോഗമായിട്ട് മാറുന്നു. വണ്ടിയിലെ യാത്ര ആനകൾക്ക് ഏറ്റവും പ്രധാനമെന്ന് വെച്ചാൽ ഈ പാദരോഗമൊക്കെ വരാതിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അതിന് വെച്ചാൽ ഏറ്റവും വൃത്തിയിൽ ആനയൊക്കെ കൊണ്ടു നടക്കുക. ആനകളെ ഇപ്പോൾ പാദരോഗത്തിൻ്റെ മാത്രമല്ല, ആനകളുടെ പാദങ്ങൾ കഴുകണം, ദിവസവും കഴുകണം. നമുക്ക് ദിവസവും കുളിപ്പിക്കാനുള്ള ഇത് കിട്ടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാലും ആനകളുടെ നട 4 കഴുകണമെന്നാണ്. 4 കാലും കഴുകണം. 4 കാലും കഴുകി കഴിഞ്ഞാൽ തന്നെ നമ്മൾ കൈയും കാലും മുഖവും കഴുകി കഴിഞ്ഞാൽ തന്നെ ഒരു ഊർജ്ജം വരും നമ്മൾ പറയാം. കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ അറിയണം. അപ്പോൾ അതുപോലെ നമ്മൾ കാലും കൈയും കുളിപ്പിക്കാൻ സൗകര്യം കിട്ടില്ല, കാലും കൈയെങ്കിലും നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അങ്ങനെ വരുമ്പം പെട്ടെന്ന് പാദരോഗമൊന്നും വരത്തില്ല. പിന്നെ ഇപ്പോൾ നമുക്ക് ബയോട്ടിക്കുകളും അതുപോലെ തന്നെ ആൻറ്റിസെപ്റ്റിക് ലോഷൻസ് ഒക്കെ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ട വെള്ളത്തിൽ നിർത്തുക, അതൊക്കെ ചിലപ്പോൾ കാല് പൊള്ളും. പിന്നെ ഒരുപാടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തുരിശുവെള്ളത്തിലൊക്കെ നിർത്തുന്ന വലിയ അപകടമാണ്. അതൊക്കെ കാലിൻ്റെ അടിയൊക്കെ പൊള്ളിപ്പോവും. തുരിശ് വെള്ളം ഒഴിച്ച് കഴുകാം. ഒരു ഇതില് നഖത്തിന്റെ അവിടെ ഒക്കെ നമുക്ക് കഴുകാം. അതുപോലെ തന്നെ തുരിശിന്റെ കട്ട കൊണ്ട് ഉരച്ച് കഴുകാം. അതൊക്കെ ഗുണം ചെയ്യും, അണുക്കൾ പോവുകയും ചെയ്യും. അതുപോലെ തന്നെ അവിടുത്തെ ആ ഉരമൊക്കെ പോയി നല്ല സ്മൂത്തായിട്ട് വരികയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നല്ലത്. എന്നാലും നമുക്ക് പറയാം, ഇപ്പൊ പാദരോഗമാണെങ്കിലും എരണ്ടക്കെട്ടാണെങ്കിലും അത്ര വലിയൊരു ഇതല്ല. നമുക്ക് ചികിത്സിച്ചാൽ കറക്റ്റ് സമയത്ത് നമ്മൾ സംയോജിതമായിട്ട് അത് ചെയ്താൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതെ, ഏറ്റവും കൂടുതൽ ആനകളെ നമ്മൾ സംരക്ഷിക്കുമ്പോൾ ആനക്കാർ അത് അത്രയും കെയർ ചെയ്തിട്ട് കൂടെ നിൽക്കണം. അതിനെ കൊണ്ട് നടക്കുന്നവരാണ് അതിന്റെ ഏറ്റവും വലിയ ഘടകം. ഉടമസ്ഥനെ കൊണ്ടോ അല്ലെ ഡോക്ടർമാരെ കൊണ്ടോ ചെയ്യാൻ കഴിയുന്നതിൽ കൂടുതൽ ആനക്കാർക്ക് ചെയ്യാൻ കഴിയും. കാരണം അവരതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലെയാണ്. അവരുടെ കയ്യിൽ നിന്ന് അവരിനി എത്ര ശ്രദ്ധിച്ചാലും ചില സാഹചര്യങ്ങളിലൊക്കെ ചെളിക്കകത്ത് ആന നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ടാവും. നമുക്ക് അടുത്തേക്ക് ചെല്ലാൻ പറ്റാതെ 4-5 ദിവസം നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെ വഴിയടിച്ച് വരുന്ന ആനകൾ നമുക്ക് കിട്ടുന്ന വട്ട തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. വേറെ വട്ടയില്ല, നിവർത്തിയില്ല. നമുക്ക് കുറച്ച് സമയം നമുക്ക് ആനയെ മാറ്റി നിർത്തി വിശ്രമിച്ചതിന് ശേഷം അത് ഇട്ട് കൊടുക്കാൻ നിർത്തിയിട്ടുണ്ട്. പക്ഷെ അത് ദഹിക്കത്തില്ല. അത് ദഹിച്ചില്ല വെച്ചാൽ ചിലപ്പോൾ എരണ്ടക്കെട്ടാവും. അങ്ങനെയൊക്കെ ധാരാളം സംഭവിക്കുന്നുണ്ട്. അതിപ്പോൾ ആനക്കാരുടെയും കുറ്റം പറയാൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഡോക്ടർമാരോ ആനക്കാരോ ഉടമസ്ഥനോ ഒന്നും അതിന് കുറ്റമല്ല. അപ്പോൾ എല്ലാവരും പൂര കമ്മിറ്റിക്കാരായാലും എല്ലാവരും ഇതിന്റെ ഒരു നന്മയെ കണക്കാക്കി നമ്മൾ പ്രവർത്തിക്കണം എന്നുള്ളതാണ്. പിന്നെ ഈ എരണ്ടക്കെട്ടിനൊക്കെ ഒരു മെയിൻ കാരണം
കൂടി വെള്ളം നല്ല എപ്പോഴും നല്ല ശുദ്ധജലം ആവശ്യത്തിന് ആവശ്യത്തിന് വയറ് നിറച്ച് വെള്ളമാണ് ഏറ്റവും കൂടുതൽ ആനക്ക്. തീറ്റ ഇച്ചിരി കുറഞ്ഞു പോയാലും വെള്ളം നല്ല ശുദ്ധജലം നിറച്ച് കൊടുക്കണം ആനകൾക്ക്. അത് ആനയ്ക്ക് അമൃതിന് തുല്യമാണെന്ന്. പിന്നെ മോഹൻദാസേട്ടാ, ഈ നമ്മൾ ഈ ആയുർവേദ മരുന്നുകൾ എഫക്റ്റ് എടുക്കാൻ കുറച്ച് സമയം എടുക്കുമോ നമ്മുടെ അലോപ്പതി മരുന്നുകളെ അപേക്ഷിച്ച് പിടിച്ചു വരാൻ അല്ലേ? അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു കാലതാമസം എടുക്കുന്നത് അല്ലേ പലപ്പോഴും? അതെ, അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ആയുർവേദ മരുന്നിനെ എല്ലാവരും അവഗണിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഇതൊക്കെ എന്തിന് ശരിയായി വരാനാന്നുള്ള തോന്നലായിരിക്കും. പക്ഷെ അത് ആനയ്ക്കത് ഗുണം ചെയ്യും. പിന്നീട് ആ അസുഖം വരത്തില്ല, അത് വേരോടെ അത് മാറുകയും ചെയ്യും. അതിനുള്ള മരുന്നുകളൊക്കെ അതിലുണ്ട്, ആയുർവേദത്തിലുണ്ട്. അതെല്ലാം കണ്ടെത്തി അത് ചെയ്യാൻ. പിന്നെ നോവ്, സാധാരണ നോവ് കാര്യങ്ങൾ, ഉദര രോഗങ്ങളാണ് ആനകൾക്ക് കൂടുതൽ. വയറെപ്പോഴും ശുദ്ധിയായിട്ട് കൊണ്ടു നടക്കണം. ഇടയ്ക്കിടയ്ക്ക് അഷ്ടപൂർണ്ണങ്ങൾ കൊടുക്കുക, കൃമിശത്രു ഇതൊക്കെ, അതിന് അരിയാറ് ജീരകം ഇതെല്ലാം ചേർത്ത് പൊടിച്ചിട്ടുള്ള കൃമിശത്രു ഇതെല്ലാം ചേർത്ത് പൊടിച്ചിട്ടുള്ള മരുന്നുകളുണ്ട്. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുക. നമ്മൾ ആനക്കാരെപ്പോഴും അതിൻ്റെ ഇരണ്ട ശ്രദ്ധിക്കുക. കൃമിയുണ്ടോ, കറുപ്പ് മണ്ണ് വാരി തിന്നിട്ടുണ്ടോ. ഈ പുതുമഴയൊക്കെ പെയ്ത ആനകൾ മണ്ണ്, അപ്പോൾ നോവും ഇരണ്ടക്കെട്ടും ഒക്കെ വരും. അപ്പോൾ ഇനിയിപ്പോൾ അഥവാ ഒരു നോവാണ് കാണുന്നത്, ഇരണ്ടത്തിൽ ഇച്ചിരി മണ്ണുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി മഹാവല്യവാദി ലേഹ്യവും ഒരു 150 ഗ്രാം മഹാവല്യവാദി ലേഹ്യം ഒരു 50 ഗ്രാം പാൽക്കായും മേടിച്ചു കൊടുത്താൽ മതി. ആ മണ്ണ് മുഴുവൻ പുറത്തു പോലും വയറങ്ങ് ശുദ്ധിയാവും. ആനയുടെ നോവും മാറും. ചില ആനകൾക്ക് നടാൻ സംഭവിക്കും. ഞാൻ ഈ ഗുരുവായൂർ സിദ്ധാർത്ഥനാനെ കൊണ്ട് ഞാൻ കോഴിക്കോട്ടേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾ പട്ടിത്തടം എന്ന് പറയുന്ന സ്ഥലത്ത്, തൃത്താലയ്ക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു സ്ഥലത്ത് എത്തുന്നവരെ ആനക്കര ആ ഭാഗത്ത് എത്തുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് അവിടെ വിശ്രമിക്കേണ്ട ഒരു സമയം വന്നു. അവിടെ ഭാരതപ്പുഴയുടെ തീരമാണ്, നല്ല വെള്ളവും. ഞങ്ങളവിടെ ഇറക്കി അടിപൊളിയായിട്ട് കുളിപ്പിച്ചു, കുറിയൊക്കെ ഇട്ടിട്ട് ആനയോടെ നിർത്തി. എല്ലാവരും പറഞ്ഞു ആനയ്ക്ക് കണ്ണ് കിട്ടിയതാവുമെന്ന് വരെ പറഞ്ഞു. ഉച്ച കഴിഞ്ഞ് വെയിലാറിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോരാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ആനയുടെ നടയാൻ വരെ സംഭവിച്ചേക്കുക. ആനയ്ക്ക് നടക്കാൻ പറ്റുന്നില്ല. എനിക്കങ്ങ് പേടിയായിപ്പോയി. എന്താ ചെയ്യാൻ പറ്റുക, എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന വേറെ ആനയുണ്ട്. അവർ ആനക്കാർ പറഞ്ഞു, എടാ കണ്ണ് കിട്ടിയതായിരിക്കും, എല്ലാവരും വന്നിട്ട് അയ്യോ എന്ത് രസമാണ് കാണാനെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അത്ര ഭംഗിയുള്ളൊരു ആനയാണല്ലോ. അതൊക്കെ അവിടുന്ന് ഞാൻ മെല്ലെ മറ്റേ ആനയെ കൊണ്ടുപോയിട്ട് വെള്ളം കൊടുത്തു. അപ്പം ഞാൻ മെല്ലെ ഇതിനെ അഴിച്ചു. ആൾക്കാർ നോക്കും നമ്മളെന്തെങ്കിലും ചെയ്തിട്ടാണ് ഇത് പറ്റിയെന്നൊക്കെ വിചാരിക്കുള്ളൂ. ഇത്രയും നല്ലൊരു ആന എന്തോ ചോദിക്കും ആനൊക്കെ. ആൾക്കാർ എന്താ അറിയുന്നതിന്, എന്താ ചോദിക്കുന്നത്, അന്വേഷിച്ചറിയുന്നതിന് മുമ്പ് അടുത്ത ചോദ്യം നമ്മളെന്താ ചെയ്താൽ. അപ്പം ഞാൻ മെല്ലെ ആന നടത്തി കൊണ്ടുപോയിട്ട് വെള്ളം കൊടുത്തു. ആന വെള്ളമൊന്നും ആനയ്ക്ക് വേണ്ട. അവിടുന്ന് മെല്ലെ ആന നടത്തി ആനക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നപ്പോഴേക്കും ആയുർവേദ കട കണ്ട്. ഞാൻ എൻ്റെ കൂടെ ഉള്ളവരോട് പൈസ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു മഹാബലിവാദി ലേഹ്യം മേടിക്കാൻ പറഞ്ഞു. 150 ഒരു ഡപ്പ മേടിച്ചു ഒരു ആയുർവേദ കടയിൽ നിന്ന്. ഒരു 50 ഗ്രാം പാൽക്കായവും മേടിച്ചു. ആ പോണ വഴിക്ക് തന്നെ ബന്ന് മേടിച്ചിട്ട്, ഇത് തിന്നാനൊക്കെ ഭയങ്കര മടിയാണ്, മരുന്നാന്ന് മനസ്സിലായാൽ ആ ബന്നും മേടിച്ചിട്ട് അത് കൊടുത്തു. ആ പോണ വഴിക്ക് തന്നെ വേറൊരാളെ കൊണ്ടങ്ങ് കൊടുപ്പിച്ചു. ഒരു കടയുടെ വാതിൽക്ക് നിർത്തി ചായ കുടിച്ചു. അപ്പോൾ ആ കൂട്ടത്തിൽ ഇത് ശരിയാക്കി അങ്ങോട്ട് കൊടുത്തു. ചേട്ടാ ഇതങ്ങ് കൊടുത്തേക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു സാധാരണ ഒരു മരുന്നില്ലാത്ത ഒരെണ്ണം കൊടുത്തു. അതിൻ്റെ കൂടെ ഇതും അങ്ങ് കൊടുത്തു. ആനയെ അതറിയാതെ കഴിക്കുകയും ചെയ്തു. അവിടുന്ന് ഞങ്ങൾ കുറ്റിപ്പുറത്ത് കൊണ്ടുവന്നിട്ട് ആനയെ കെട്ടി. അപ്പോൾ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ ആനയുടെ കാലും കൈയൊക്കെ ഫ്രീ ആയി. എന്നാലും ഞാൻ വളരെ സാവധാനം പോയെ. കുറ്റിപ്പുറത്ത് കൊണ്ട് ആനയെ കെട്ടിയിട്ട് ഞങ്ങൾ പോയി. അവിടെ കുളിക്കാൻ സൗകര്യമുണ്ട്. ഞങ്ങൾ പോയി കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ആനയുടെ വയറൊന്ന് ഇളകിയ പോലെ പടപടാന്ന് ഇങ്ങനെ വീഴുന്നുണ്ട്. ഞങ്ങൾ വേഗം ടോർച്ച് എടുത്തിട്ട് ചെന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ പടപടാന്നുള്ള രീതിയിൽ ഇങ്ങനെ കുറേ വന്നിട്ടുണ്ട്. അപ്പിടി മണ്ണ, ഒരുതരം കറുത്ത മണ്ണ്. അത് എവിടെയോ കെട്ടിയ സ്ഥലത്തുനിന്ന് ആനയ്ക്ക് കിട്ടിയത് അത് മുഴുവൻ പോന്നു. അവിടുന്ന് പിറ്റേ ദിവസം ഞങ്ങൾ അഴിച്ചു പോകുമ്പോൾ നല്ല കളറിലുള്ള ക്ലീനായി വേറെ ശുദ്ധി. അപ്പോൾ മോഹൻദാസേട്ടാ, നമ്മുടെ ഒരു കുറച്ച് നമ്മളിപ്പം ആനകളോടൊപ്പം കുറച്ച് ചെറിയ യാത്രകൾ പലരുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ വെളിച്ചത്തിലൊരു സംശയം ചോദിക്കുന്നതാണ്. നമുക്ക് ആയുർവേദവും വേണം, അലോപ്പതിയും വേണം. തീർച്ചയായിട്ടും നമുക്കിത് രണ്ടുകൂടെ സംയോജിപ്പിച്ച്, അതായത് പുറമേ ഉള്ളതിന് നമ്മളുടെ അവൈലബിൾ ആയിട്ടുള്ള ലേഹ്യങ്ങളും കഷായങ്ങളും ഒക്കെ കൊടുത്ത് അതിനോടൊപ്പം തന്നെ നമുക്ക് ആയുർവേദം, അതായത് പെട്ടെന്നൊരു എഫക്റ്റ് കിട്ടേണ്ട ചില സാഹചര്യം വന്നാൽ തീർച്ചയായിട്ടും അലോപ്പതി തന്നെ. അപ്പൊ ഇത് രണ്ടുകൂടെ സംയോജിപ്പിച്ചിട്ടുള്ള ഒരു രീതി നല്ലതായിരിക്കും അല്ലേ? അത് തന്നെയാണ് നല്ലതെന്ന് എൻ്റെ അഭിപ്രായം. അത് തന്നെയാണ്. നമ്മൾ ഇത് രണ്ടുപേരും ഉണ്ടാവണം. ഇനിയിപ്പോൾ ആനയ്ക്കൊരു പെട്ടെന്നൊരു ക്ഷീണമോ തളർച്ചയോ വന്നു കഴിഞ്ഞാൽ ഡോക്ടർമാർ ഈ ആൻറ്റിബയോട്ടിക്കുകളോ അതുപോലെ തന്നെ ഈ ഗ്ലൂക്കോസ് കാര്യങ്ങളൊക്കെ കൂടെ തന്നെ നിൽക്കണം. അപ്പോൾ ആനയെ ക്ഷീണം മാറി പെട്ടെന്ന് നമുക്ക് ഈ പുറമെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചെയ്തു കൊടുക്കാം. കിഴി കുത്തുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ട് ആനയുടെ ആരോഗ്യം നിലനിർത്തുക. ആനയ്ക്ക് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് രണ്ടു കൂട്ടർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ സംയോജിച്ച് ചെയ്യുന്നതാണ് ഇനിയെങ്കിലുള്ള നമ്മുടെ ആനകളെ രക്ഷിക്കാൻ നമുക്ക് മാർഗം. അതെ, നമ്മുടെ ഒരു വലിയ പ്രാർത്ഥന അതാണ്. നമുക്ക് എണ്ണം 600 ഉണ്ടായിരുന്നു, അത് 500 അത് 400 പോകുന്നു അല്ലേ? അപ്പൊ നമുക്ക് ഇനി ആകെപ്പാടെ ഉള്ളത് കൈവിരലെണ്ണാവുന്ന നല്ല ഗജസമ്പത്താണ് നമുക്കുള്ളത്. അപ്പം ഇനി ഇതിനെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു ചുമതല
നിങ്ങൾ അത് വളരെ നന്നായിട്ട് ഭംഗിയായിട്ട് നടത്തി അടുത്ത തലമുറയ്ക്ക് നൽകി. നമ്മളത് അടുത്ത തലമുറയ്ക്ക് നൽകണം അല്ലേ, എങ്കിലേ നമുക്കിത് ഇങ്ങനെ നിലനിன்று പോകത്തുള്ളൂ. അപ്പം തീർച്ചയായിട്ടും ഇതിനെതിരെ ഇതിനെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു നല്ലൊരു രീതിയിൽ ഇനി അങ്ങോട്ട് കാലം കൊണ്ടുപോട്ടെ അല്ലേ, എല്ലാ ഡോക്ടേഴ്സിനെ എല്ലാം ഒന്നിച്ച് ഒന്നിച്ച് പ്രവർത്തിച്ച് നമ്മള് വേദനയോടെ കാണുകയാണ് ഓരോരുത്തരായിട്ട് സ്വർഗത്തിലോട്ട് പോകും. നമുക്കിപ്പം പനംകുളത്തുകാരൻ ജഗന്നാഥന്റെ യോഗം നമ്മൾ വേദന മാറിയിട്ടില്ല. എത്ര ചെറുപ്പമായിട്ടുള്ള നമുക്കറിയാം. നമുക്ക് വളരെ ശിവസുന്ദർ, ഗുരുവായൂർ പത്മനാഭൻ, എത്ര നല്ല ഗജവീരന്മാര്, നമുക്കൊരിക്കലും അവരുടെ വിയോഗം ഉൾക്കൊള്ളാൻ ഒരിക്കലും അവരുടെ വിടവ് നടത്താൻ പറ്റില്ല. ഇനിയിപ്പോ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ പിന്നെയും ഉണ്ടായിരുന്നു, ഇപ്പൊ അതുപോലും ഇല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പം അതിനെതിരെ ഇപ്പൊ എല്ലാവരും ഇനിയെങ്കിലും ഒന്ന് ആയുർവേദ അലോപ്പതി ഒരുപോലെ തന്നെ ഉണർന്ന് പ്രവർത്തിക്കണം. അതിനാരെങ്കിലും ഒക്കെ മുൻകൈ എടുത്ത് ഇത് രണ്ടും പരീക്ഷിക്കുന്ന രീതിയിൽ രണ്ടും ഒരേപോലെ ശക്തിയോടെ പ്രയോഗിക്കണം. ഇതിനെ താങ്ങി നിർത്താനുള്ള ഒരു അത്താണിയായിട്ട് അവർ മാറണം. അപ്പോൾ അങ്ങനെ മാറട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം, ആശംസിക്കാം, അപ്പോൾ ഇത്രയും ആഗ്രഹിക്കാം. അപ്പോൾ ഇത്രയും വിവരങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് മോഹൻദാസ് ചേട്ടാ വീണ്ടും ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദി പറയുകയാണ്. നന്ദി, നമസ്കാരം.